കാനഡയുടെ ഹൗസിംഗ് മാർക്കറ്റ് വളരെ താഴോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ സമയമാണ്. ഓരോ വർഷത്തെ അപേക്ഷിക്കുമ്പോൾ എന്നാ സെയിൽ നടക്കേണ്ട സമയമാണെന്നറിയാമോ? 2020 മുതൽ ആ കോവിഡിന്റെ സമയം ഇങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ തുച്ഛമായ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റും നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഈ രാജ്യത്ത് വീടുകൾ വാങ്ങിച്ചു കൂട്ടിയത് ചില്ലറയൊന്നുമല്ല. ഒരു 3 ലക്ഷം 4 ലക്ഷം കനേഡിയൻ ഡോളറിന്റെ വില വരുന്ന വീടുകളൊക്കെ അങ്ങ് 1 മില്യന്റെ എബവ് വരെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കയറ്റിവെച്ച് നമ്മുടെ സഹോദരങ്ങളെല്ലാം ഇഷ്ടം പോലെ വീട് വാങ്ങിച്ചു കൂട്ടി. എന്നാൽ പിന്നീട് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുത്തനെ അങ്ങ് കൂടിയതിന്റെ ഫലമായി പിന്നീട് അങ്ങോട്ട് ഒരിക്കൽ പോലും കാനഡയിലെ ഹൗസിംഗ് മാർക്കറ്റിന് ഒരു തിരിച്ചുവരവ് അസാധ്യമായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. 2026 ഈ ഒരു സമ്മർ സമയമാകുമ്പോഴും ഒരു പുതിയ കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് 20,000-ഓളം പുതിയ വീടുകൾ ബിൽറ്റ് ചെയ്ത് കഴിഞ്ഞു. നോർമലി ഇവിടുത്തെ ഒരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെ ധാരാളം വീടുകൾ ബുക്ക് ചെയ്തിടുന്ന ഒരു പതിവ് ഇവിടെ സാധാരണയാണ്. എന്നാൽ നിലവിലെ കണക്കനുസരിച്ച് ആ ഒരു ട്രെൻഡൊക്കെ പാടെ പോയി കഴിഞ്ഞു. 20,000-ഓളം പുതിയ ബ്രാൻഡ് ന്യൂ വീടുകളുടെ പണി തീർന്നിട്ട് പോലും അതിൽ നല്ല പങ്ക് വീടുകളും ഇപ്പോൾ വേക്കൻ്റ് ആണ്. ഒരെണ്ണം പോലും വിറ്റുപോകാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ തന്നെ ഏതാണ്ട് 3.25 ലക്ഷം പുതിയ ബ്രാൻഡ് വീടുകളുടെ പണി നടക്കുകയാണ് രാജ്യത്തിലുടനീളം. ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ആളുകളും അതോടൊപ്പം തന്നെ ഗവൺമെന്റും വളരെയധികം ആശങ്കയിലാണ്. ഒരു വശത്ത് ധാരാളം ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ വീടില്ലാത്തതിന്റെ പേരിൽ പല ആളുകളും ഹോംലെസ് ആണ്. അതുകൊണ്ട് എത്രയും വേഗം പുതിയ വീടുകൾ പണിത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഗവൺമെന്റും മറ്റുള്ള അനേകം ആളുകൾ ആ പ്രശ്നം ഉന്നയിച്ചപ്പോൾ തന്നെ ഗവൺമെന്റ് അവർക്ക് പറ്റുന്ന തരത്തിലുള്ള എല്ലാ നിലയിലും കാനഡയിൽ ഉടനീളം പുതിയ വീടുകൾ അന്നു മുതൽ തന്നെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ഥിതിഗതികളൊക്കെ ആകപ്പാടെ മാറിയിരിക്കുകയാണ്. പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ആ സമയത്ത് ധാരാളം ആളുകൾക്ക് ജോലിയുണ്ട്, ജോലിയുടെ വിഷയത്തിലൊന്നും അങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റി ഇല്ല. എന്നാൽ ഇപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നിലവിലെ ജോലിയുടെ ശമ്പളം കാണിച്ച് ഒരു വീടെടുത്താൽ തന്നെ നാളെ ജോലി ഉണ്ടോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ആളുകൾ പുതിയതായിട്ട് മുന്നോട്ട് വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ആളുകൾ മടിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പഴയതുപോലെ ബാങ്കുകാര് വേണ്ടത്ര മോർഗേജ് അപ്രൂവ് ചെയ്യുന്നില്ല. കാര്യം ഇപ്പോഴത്തെ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും. ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർക്ക് അദ്ദേഹത്തിന് ഒരു വീട് വാങ്ങണമെങ്കിൽ തന്നെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ബാങ്കിന്റെ മോർഗേജ് ആണ്. ഇപ്പോഴത്തെ അങ്ങേയറ്റം കയറി നിൽക്കുന്ന വീടിന്റെ വിലയും എത്ര നല്ല ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാലും മോസ്റ്റ് ഓഫ് ദ ബാങ്കുകൾ ഇപ്പോൾ പഴയതുപോലെ റിസ്ക് എടുക്കുന്നില്ല. ആരും തന്നെ നല്ല ഒരു മാസീവ് മോർഗേജ് ഇപ്പോഴത്തെ ആളുകൾക്ക് അപ്രൂവ് ചെയ്യുന്നില്ല. അതിന്റെ ഫലമായി ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് ഇപ്പം വളരെ കുറവാണ് മുന്നോട്ട് വീടുകൾ വാങ്ങാനായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് മറ്റൊരു ചലഞ്ച് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്നത്. ഇനിയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ അത് ഇൻവെസ്റ്റേഴ്സ് പുതിയ ബിൽഡർമാരുടെ കയ്യിൽ നിന്ന് വീട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആളുകൾ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യും. നേരത്തെ എന്ന് പറയുന്നത് 5 ലക്ഷം കനേഡിയൻ ഡോളറിന് ഒരു വീട് വാങ്ങിച്ചാൽ അടുത്തൊരു 6 മാസം കൊണ്ട് ഒരു കുറഞ്ഞ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കനേഡിയൻ ഡോളറിന് അത് മറിച്ചു വിറ്റ് ലാഭമുണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സും മുന്നോട്ട് വരുന്നില്ല. കാരണം വാങ്ങിച്ചിട്ടാൽ ആ വീട് അതേപടി അവിടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ ഒരു വീട് വാങ്ങിച്ചിട്ടാൽ പോലും ഇപ്പോൾ അവർക്ക് നഷ്ടത്തിൽ വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പല ആൾക്കാരും റെന്റിന് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇവിടെ ട്രെൻഡുകൾ മാറുകയാണ്. അതുമാത്രമല്ല ഇവിടെ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള വിലക്കയറ്റം, മെറ്റീരിയൽ കോസ്റ്റിലുള്ള വിലക്കയറ്റം, ഇങ്ങനെ പല കാരണങ്ങളാലും ആളുകൾ ഒരു വീട് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു റെന്റൽ വീടിലേക്ക് പോയി വലിയ തലവേദന ഒഴിവാക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയും ഇപ്പോൾ ഈ രാജ്യത്ത് വർദ്ധിച്ചതിന്റെ ഫലമായി ധാരാളം പുതിയ വീടുകൾ
പടുത്തുയർത്തുന്നെങ്കിലും ഒരെണ്ണം പോലും വിറ്റുപോകാത്ത ഒരു ഗതികേടിലേക്ക് ഇപ്പോൾ കാനഡയുടെ റിയൽ എസ്റ്റേറ്റ് മാറുന്നു എന്നാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ 2026 ഈ സമ്മറിൽ ഒരു വലിയ നിലയിൽ വീട് വിൽപ്പന മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റും ആഗ്രഹിക്കുന്നെങ്കിലും ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കും? കഴിഞ്ഞ 2-3 പ്രാവശ്യമായി ബാങ്ക് ഓഫ് കാനഡ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇതുവരെയും കുറയ്ക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. പഴയ റേറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് 4% മുകളിലാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്. 1%-നും 1.25%-ലും വീട് വാങ്ങിയ ആ ഒരു കാലമൊക്കെ ഇനിയും സ്വപ്നങ്ങളിൽ മാത്രം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് പരിഹാരമായിരിക്കും ഇനിയും ഇതിനകത്ത് കൊണ്ടുവരുന്നെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും നമുക്ക് കാണാം. ഐ ആം സനോഡ് റെക്സി ജോയ്. ബൈ.